എന്താണ് മിഡ് ടേം എക്സാം, എന്ന് മുതലാണ് മിഡ് ടേം എക്സാം നടക്കുക, ഏതൊക്കെയാണ് മിഡ് ടേം എക്സാമിന്റെ ചാപ്റ്റേഴ്സ്? പല കുട്ടികൾക്ക് ഒരു സംശയമുണ്ട്, ഇത് ക്ലിയർ ചെയ്യാൻ വന്നിട്ടുള്ളത്. വെൽക്കം ടു എജ്യൂപോഡ്, ഇറ്റ്സ് മീ നാഫി. എല്ലാവർക്കും മക്കളെ എജ്യൂപോഡിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ നാഫി. അപ്പം മിഡ് ടേം എക്സാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓഗസ്റ്റിലാണ് എന്ത് നടക്കുക? ഓണം എക്സാം നടക്കുക. ഈ ഓണം എക്സാമിന് മുന്നേ ആയിട്ട് നിങ്ങളുടെ സ്കൂളിൽ നടക്കുന്ന ഒരു എക്സാമാണ് മിഡ് ടേം എക്സാം. ഈ മിഡ് ടേം എക്സാം എന്നുള്ള പേര് നമ്മൾ കോമൺ ആയിട്ട് പറഞ്ഞതാണ്. നിങ്ങളുടെ സ്കൂൾ പല പേരായിരിക്കും കേട്ടോ. യൂണിറ്റ് ടെസ്റ്റ്, മന്ത്ലി ടെസ്റ്റ്, അങ്ങനെ പല പേരുകളിലായിരിക്കും ഇത് നടക്കുക. അപ്പോൾ ഈ മിഡ് ടേം എക്സാമിന് ഒരു ഓർഗനൈസ്ഡ് ആയിട്ട് ഒരു ടൈം ടേബിളോ അല്ലെങ്കിൽ കോമൺ ആയിട്ട് ടൈം ടേബിളോ പോർഷൻസോ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഡേറ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സ് പൊതുവെ ഏത് ഡേറ്റ് ആണോ പറയുന്നത് അതാണ് ഉണ്ടാവുക. അതായത് പൊതുവെ ഉണ്ടാവാറ് ജൂലൈ ഫസ്റ്റ് വീക്കിലാണ് പൊതുവേ എല്ലാ സ്കൂളുകളിലും ഒരു മിഡ് ടേം എക്സാം നടക്കാറ്. നിങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സ് ഏത് ഡേറ്റ് ആണോ പറയുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് നടക്കും. അപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ ടീച്ചേഴ്സ് മിഡ് ടേം എക്സാമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? മിഡ് ടേം എക്സാമിൻ്റെ ഡേറ്റ് ഏതാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സ് എന്ത് ചെയ്യുക, നിങ്ങൾ ടൈപ്പ് ചെയ്യട്ടോ. മിഡ് ടേം എക്സാമിൻ്റെ ഡേറ്റും അതേപോലെ തന്നെ ഏത് സമയത്താണ് നടക്കുക, ഇനി മിഡ് ടേം എക്സാം ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഡേറ്റ് സ്കൂളിൽ ടീച്ചേഴ്സ് തീരുമാനിക്കുന്ന അനുസരിച്ചാണ് മിക്കവാറും ഫസ്റ്റ് ചാപ്റ്ററോ അല്ലെങ്കിൽ എല്ലാ സബ്ജക്റ്റിനെയും ഫസ്റ്റ് ചാപ്റ്ററോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ചാപ്റ്റേഴ്സ് കഴിഞ്ഞാൽ ഈ എക്സാം നടക്കുക. മിഡ് ടേം എക്സാം എന്ന പേര് തന്നെയാണെന്നില്ല. യൂണിറ്റ് ടെസ്റ്റ്, മന്ത്ലി ടെസ്റ്റ്, അസസ്മെൻറ്റ് ടെസ്റ്റ്, അങ്ങനെ പല പേരിലും എന്ത് നടത്താറുണ്ട്, ഈ ഒരു എക്സാം നടത്താറുണ്ട്. ഇനി ഇതിൻ്റെ ചാപ്റ്റേഴ്സ് അതും സ്കൂളിലെ ടീച്ചേഴ്സാണ് തീരുമാനിക്കുക. ചിലപ്പോൾ ഒരു ചാപ്റ്റർ ആയിരിക്കാം, ചിലപ്പോൾ 2 ചാപ്റ്റർ ആയിരിക്കാം, ചിലപ്പോൾ 3 ചാപ്റ്റർ ആയിരിക്കാം. അതൊക്കെ നിങ്ങളുടെ സ്കൂൾ 3 ചാപ്റ്റർ എന്തായാലും ഉണ്ടാവില്ല, 1-2 ചാപ്റ്റേഴ്സ് ആയിരിക്കും പൊതുവേ ഉണ്ടാവുക. അത് നിങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സ് എന്ത് ചെയ്യും, തീരുമാനിക്കും. പിന്നെ ഇതിനെങ്ങനെ പഠിക്കണം, അതായത് ഇതിന് ഏറ്റവും ഒരു പ്രത്യേകത നിങ്ങളുടെ ഓണം എക്സാമിലേക്കുള്ള ഒരു പ്രാക്ടീസാണ്. ഓഗസ്റ്റ് 10 ആരംഭിക്കുന്ന നിങ്ങളുടെ ഓണം എക്സാം ഉണ്ടല്ലോ, ആ ഓണം എക്സാം അടിപൊളിയായിട്ട് പഠിക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്ത്, ഈ മിഡ് ടേം എക്സാം. കാരണം ഓണം എക്സാമിന് എല്ലാ സബ്ജക്റ്റിൻ്റെയും 30% പോർഷൻസാണ് ഉണ്ടാവുക. അതിൽ 1-2 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മിഡ് ടേം എക്സാമിലേക്ക് പഠിച്ചു തീർക്കാൻ പറ്റും. അതായത് ഓണം എക്സാമിന് മുന്നേ നിങ്ങൾക്ക് ക്വസ്റ്റ്യനുമായിട്ട് മനസ്സിലാക്കാനും ഓരോ ചാപ്റ്ററിലും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് മനസ്സിലാക്കാനും ഓരോ ചാപ്റ്ററിലും ഏതൊക്കെ കാര്യങ്ങൾ പഠിക്കുന്നത് മനസ്സിലാക്കാനും നിങ്ങളെ സഹായിക്കുന്ന എക്സാമാണ് ഏത് എക്സാം, മിഡ് ടേം എക്സാം. അപ്പോൾ ഓണം എക്സാമിന് മുമ്പേയുള്ള ഒരു പ്രാക്ടീസ് എക്സാമാണ് ഇത്. അത് മാത്രമല്ല നിങ്ങൾക്ക് ഈ മിഡ് ടേം എക്സാം നന്നായിട്ട് പഠിക്കാൻ സാധിച്ചാൽ, നല്ല രീതിയിൽ റിവൈസ് ചെയ്തുകൊണ്ട് നല്ല എഫേർട്ട് ഇട്ടുകൊണ്ട് അടിപൊളിയായിട്ട് ഈ ഒരു മിഡ് ടേം എക്സാമിന് വേണ്ടി പഠിക്കാൻ സാധിച്ചാൽ നിങ്ങൾക്ക് എന്തായാലും ബെസ്റ്റ് റിസൾട്ട് ഓണം എക്സാമിന് കിട്ടും. കാരണം ഓണം എക്സാമിന് ആകെയുള്ള 30%-ലെ 1-2 ചാപ്റ്റേഴ്സ് ഇവിടെ ചോദിക്കും, മിഡ് ടേം എക്സാമിന് ചോദിക്കും. മിഡ് ടേം എക്സാം നിങ്ങൾ അടിപൊളിയായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓണം എക്സാം ഉഷാറാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് മിഡ് ടേം എക്സാമോ അതിനുശേഷം നടക്കാൻ പോകുന്ന ഓണം എക്സാമോ അടിപൊളിയായിട്ട് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനുള്ള ബെസ്റ്റ് സൊല്യൂഷനാണ് എജ്യൂപോഡിൻ്റെ സൂപ്പർ ബാച്ച്. നിങ്ങൾക്ക് വേണ്ട റെക്കോർഡ് ക്ലാസ്, ലൈവ് ക്ലാസ്, നോട്ടുകൾ, സ്റ്റഡി മെറ്റീരിയൽസ്, മെന്റർ സപ്പോർട്ട്, ഡൗട്ട് ക്ലിയറൻസ്, നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ട എന്തൊക്കെയുണ്ടോ അതൊക്കെ നമ്മുടെ എവിടെയുണ്ട്, എജ്യൂപോഡിൻ്റെ സൂപ്പർ ബാച്ചിലുണ്ട്. കമൻറ്റ് ബോക്സ് നമ്മളൊരു ഫോം പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഫോം ഫില്ല് ചെയ്യുക. അല്ലെങ്കിൽ nafi.eduport എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് നിങ്ങൾ എന്ത് ചെയ്തൊന്ന് മെസ്സേജ് അയച്ചോ, ഞാൻ സൂപ്പർ ബാച്ചിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു കേട്ടോ. അപ്പോൾ മക്കളെ, നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഫോം പിൻ ചെയ്യുന്നതാണ്, ഫോം ഫില്ല് ചെയ്യുന്നതാണ്. കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ച ഫോം ഒന്ന് ഫില്ല് ചെയ്യുക. അല്ലെങ്കിൽ nafi.eduport എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് എന്ത് ചെയ്തോ ഒന്ന് മെസ്സേജ് അയച്ചോ, കാര്യങ്ങൾ എന്ത് ചെയ്യുക, സെറ്റ് ആക്കാം. അപ്പോൾ മിഡ് ടേം എക്സാം നിങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സ് നടത്തുന്ന, നിങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സിനെ ക്വസ്റ്റ്യൻസ് ഇടുന്ന, ചാപ്റ്റേഴ്സും അവർ തന്നെ തീരുമാനിക്കുന്ന പല പേരുകൾ നടക്കുന്ന ഒരു എക്സാമാണ് മിഡ് ടേം എക്സാം. ഓണം എക്സാമിന് മുന്നേ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ സെറ്റാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എക്സാം കൂടിയാണ്. സോ ഇത് അടിപൊളിയാക്കി സെറ്റാക്കി വെക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് ബീൻ നാഫി സൈനിങ് ഓഫ്. ബൈ.